ഹലോ ഗൈസ്, ഇത് വിഷുവിൻ്റെ അന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഫോട്ടോ ആണ് എടുക്കണമെന്ന് കരുതിയിട്ടാട്ടോ അങ്ങനെ നിന്നത്. ഞങ്ങൾ അമ്പലത്തിലെത്തിയ കല്ലുവിൻ്റെ മുടി വെട്ടിയതിൻ്റെ ഉള്ളൊരു കുളൂസാണ് കേട്ടോ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ലോണം ഇറക്കം പോയി, എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഉച്ചത്തേക്കുള്ള ഓരോ ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. പായസമാണ് കേട്ടോ ഇപ്പോൾ അടുപ്പത്ത്. ഞങ്ങൾക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ വരാണ് കേട്ടോ. അതുകൊണ്ട് സദ്യ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ നന്ദുവിനെയും കല്ലുവിനെയും ശ്രീമോളെയൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടോ. ഇതൊന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ മുടി വെട്ടിയ ഒരു വടായിലാണ് 2 ദിവസമായിട്ട്. പിന്നെ വിരുന്നുകാരൊക്കെ വന്നിട്ടോ. അപ്പോൾ ഒരു പടക്കമൊക്കെ പൊട്ടിക്കാതെ വന്നിട്ട് കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ചിട്ടോ. ഞങ്ങൾ മക്കളും കൂടി കത്തിക്കണ ഐറ്റംസൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനി പടക്കമൊക്കെ എടുത്ത് വെച്ചത് ഇനി അതൊക്കെ പൊട്ടിച്ച് പിന്നെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. മക്കളൊക്കെ താഴത്ത് പായിട്ടിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ടേബിൾമേലാണ്. ഇവർ മുസ്ലിംസാണ് കേട്ടോ. അപ്പോൾ അവർക്കധികം എന്താ പറയുക, സദ്യനോടാണല്ലോ ഇഷ്ടം. ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞതല്ല കേട്ടോ. കാരണം ഞങ്ങളങ്ങനെ സദ്യനോ ഇഷ്ടപ്പെടണമല്ല. അപ്പോൾ ഇവർക്ക് സദ്യയാണല്ലോ ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. ഒരു കുട്ടിയും കൂടി ഉണ്ട്. ഇനി പ്രീശേട്ടൻ ഇങ്ങനെ കൊണ്ടുനടക്കുകയുണ്ട്. പ്രീശേട്ടന് കുട്ടികളെ നോക്കാൻ പ്രത്യേക കഴിവുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടോ. അതാ ഞാൻ ഈ എടുത്ത് കാണിക്കുന്ന എന്താ പറയുക, ഒരു ചെറിയൊരു നോൺ വെജും കൂടി അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഇപ്പം എൻ്റെ വീട്ടിലായാലും ഇവിടെ ആയാലൊക്കെ ശരി നോൺ വെജ് ഉണ്ടാവും വിഷുവിനും ഓണത്തിനും. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടോ. കല്ലുവിൻ്റെയും നിലുവിൻ്റെയും ഡ്രസ്സ് ഇതാണ്. അതിനെന്താ പ്രീശേട്ടൻ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കല്ല് ഓരോന്ന് പറഞ്ഞ് വെറുപ്പിച്ചിട്ട് ഞാൻ എന്തൊരു എക്സ്പ്രഷനാണ് കേട്ടത്. പിന്നെ വീട്ടിലെത്തി. ആദ്യം ഞങ്ങൾ പാപ്പൻ്റെ അവിടെ നിന്ന് കുറേ പൊട്ടിച്ചൊക്കെ ചെയ്തിട്ടോ. പിന്നെ പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്ന് എല്ലാവരും കൂടി അവിടെ നിന്നും കുറേ പൊട്ടിച്ച് എല്ലാവരും കൂടി അവിടെ കൂടിയിട്ട് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അച്ഛനും പാപ്പനും എല്ലാവരും കൂടി ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നില അച്ഛൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.